എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഉഴുന്നുവട ഞാൻ ഇന്ന് അപ്പക്കാരയിലാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. നമുക്ക് ആദ്യം അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇത് 1 കപ്പ് ഉഴുന്ന് ഞാൻ കുതിർത്തി വെച്ചതാണ്. ഇത് ഞാൻ ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ചിരുന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ പെപ്പർ, കുരുമുളക്, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ കുറച്ച് വെളിച്ചെണ്ണ. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഉഴുന്ന് അരച്ചെടുത്ത് കഴിഞ്ഞു. അപ്പക്കാരയിൽ ഉണ്ടാക്കണോണ്ട് ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാൻ മുറിച്ച് വെച്ചു. ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമ്മുടെ അപ്പക്കാര ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കിനി ഓരോ വടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. തിരിച്ചിടാം. ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ എനിക്കിതിന് ശരിക്കുള്ള വടയുടെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പക്കാരയിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. ഇതാകുമ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും ബുദ്ധിമുട്ടില്ല. ഇത് നല്ല ഭംഗിയും ഉണ്ടാവും, നല്ല ഷേപ്പും കിട്ടും. ഇടയ്ക്ക് തിരിച്ചു കൊടുക്കണം. അതിപ്പോൾ അങ്ങനെ ആയി വരുന്നുണ്ട്. കളറൊക്കെ മാറി തുടങ്ങി. ഇനി എണ്ണ കുറവാ തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയല്ല, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വട ഇപ്പം ആയിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് പുറത്ത് മാത്രം കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്കാവില്ല. അപ്പം ഞാനിത് എടുക്കാൻ പോവാണ്. നമ്മുടെ ഉഴുന്നുവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു നാളികേര ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.